പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവ് അവസരം നൽകിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ എല്ലായിടത്തും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയും, ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞൊന്നും വരത്തില്ല, പക്ഷെ കർത്താവ് കൂടെ ഉണ്ട്, അവൻ കൈവിടത്തില്ല. ചില വാതിലുകളൊക്കെ അടഞ്ഞു എന്നതുപോലെ തോന്നുമ്പോൾ നമ്മൾ ഓർക്കും കഴിഞ്ഞു, ഇനി ഒരു മാർഗമില്ല മുമ്പിൽ നമ്മൾ വിചാരിക്കുമ്പോൾ അതിനേക്കാളും ബെസ്റ്റ് മാർഗം ഒരുക്കി നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ നമ്മുടെ വിഷയത്തിൽ അത്ഭുതം ചെയ്യാനായിട്ട് കർത്താവ് ഇന്നും ശക്തനാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. ആകയാൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുന്നു, ഒന്നിനെക്കുറിച്ചും എല്ലാവറ്റിനെ കുറിച്ചും സ്തോത്രത്തോടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഓരോ നാളും ആ ദൈവത്തോടുള്ള ബന്ധം പണിത് ശക്തി പ്രാപിച്ച് അതിൽ ബലപ്പെടാനായിട്ട് അതെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ലോകത്തില് നമ്മൾ മറ്റാരെയെല്ലാം ആശ്രയിച്ചാൽ അവർ കുറച്ച് കഴിയുമ്പോൾ അവർ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ നോട്ടം കർത്താവിലാണോ? ഒരു വഴി അടയുമ്പം ബെസ്റ്റ് വഴി നമുക്ക് വേണ്ടി തുറന്നിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഒരു വഴി അടഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു സാധ്യത മുമ്പിലില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് മതിയാക്കി വെക്കാമെന്ന് വിചാരിക്കുമ്പോ ഇല്ല, നിനക്കിനി ഓടാനുണ്ട്. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ഞാനത് നിവർത്തിക്കുമെന്ന് നമ്മുടെ കൂടെ നടന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി വഴി തുറന്ന് നമ്മളെ മാനിച്ചിരിക്കും നമ്മുടെ ദൈവം. പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, കർത്താവിന്റെ സാന്നിധ്യം മറ്റെന്തിനേക്കാളും വലുത്. നമുക്കറിയാം, മോശ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ഇന്നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ അയക്കരുത്. കാരണം മോശയ്ക്ക് അറിയാം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നു, ശരിയാ. 10 ബാധ അവിടെ ആ ജനത്തിന് അല്ലെങ്കിൽ രാജാവിന് പോലും ഭയപ്പെടുന്ന നിലയിലുള്ള ദൈവപ്രവൃത്തി അവിടെ നടന്നത്, ശരിയാ. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു, ലോക രാജ്യങ്ങളെല്ലാം അത് അറിഞ്ഞു, അവര് മുൻപിൽ പോകേണ്ട രാജ്യങ്ങളെല്ലാം അത് അറിഞ്ഞു. പക്ഷെ മോശ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനപ്പുറമായി ഐ നീഡ് യുവർ പ്രസൻസ്, എനിക്ക് നിന്റെ സാന്നിധ്യം വേണം. പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് ദൈവവചനത്തിനകത്തുള്ള ചരിത്രം ഏതാണ്, ആരെഴുതി, എപ്പോ എഴുതി, കർത്താവ് എങ്ങനെ മരിച്ചത്, അപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തെരഞ്ഞന്വേഷിക്കാനായിട്ട് പോവാം. വരുന്നതും വരാനിരിക്കുന്നതും ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കത്തില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പ്രതീക്ഷയോടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വാദഗതികൾ, നമുക്ക് പലതും വ്യക്തമായി അറിയത്തില്ലാത്ത കാലത്ത് നമ്മളോട് പലതും അറിയാമെന്ന നിലയിൽ പറഞ്ഞത് നമ്മൾ ഇന്നും അത് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുക, അത് അങ്ങനെയാണ് എന്ന നിലയിൽ. ഇപ്പോഴും നമുക്കതിന്റെ വാസ്തവം തിരിച്ചറിയാനായിട്ട് നമ്മുടെ കണ്ണ് തുറക്കപ്പെടുന്നില്ല, ഹൃദയം തുറക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് വേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആമേൻ സൃഷ്ടിച്ച ആദാമിന്റെ വീഴ്ചയ്ക്ക് ഹല്ലേലൂയ പരിഹാരം ക്രിസ്തുവിൽ കൂടെ വരുത്തിയിട്ട് ആമേൻ എന്നെ ഹല്ലേലൂയ അവന്റെ സാദൃശ്യമാക്കി നിർത്തിയിരിക്കുക. എന്നിൽ അതെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വരൂപമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യമില്ലേ? ആ ബോധ്യത്തോടുകൂടെ വാഴുക എന്നതാണ് വചനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെല്ലാം പഠിച്ചാലും, നിങ്ങൾ എന്തെല്ലാം വചനത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയാലും ഈ ഒരു മർമ്മം, ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ മറ്ററിഞ്ഞതുകൊണ്ട് ഒന്നും പ്രയോജനമില്ല. നമ്മൾ അറിയേണ്ട വലിയ സത്യമാണ്, വസ്തുതയാണ്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, നമ്മിൽ വസിക്കുന്നു എന്ന വസ്തുത, സത്യം. ഹല്ലേലൂയ. അത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്, നാം അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇവിടെ വചനത്തിൽ വായിക്കുമ്പോൾ അവിടെ മോശ പറയുന്നൊരു കാര്യമാണ്, കർത്താവേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ അയക്കരുത്. നിനക്ക് ഞങ്ങളുടെ കൃപയുണ്ടെന്നുള്ളതിന് അടയാളമാണത്. അതാണ് അവിടെ വചനത്തിൽ പറയുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 33 അധ്യായത്തില് അവിടെ മോശ പറയുന്ന ഒരു കാര്യമാണ്, കർത്താവ് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പറഞ്ഞു. അതിന്റെ 16 വാക്യം, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളതിന് ഏതിനാൽ അറിയും, നീ ഞങ്ങളുടെ കൂടെ പോരുന്നതിനാൽ അല്ലയോ. അപ്പോൾ അവിടെ മോശ പറയുന്ന ഒരു കാര്യമാണ്, കൃപ
നിനക്ക് ഞങ്ങളുടെ കൃപയുണ്ടെന്നുള്ളതിന് അടയാളമാണ് നിന്റെ സാന്നിധ്യം. അതിനോട് ചേർന്ന് മോശെ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുന്നൊരു കാര്യമാണ്, നീ ഞങ്ങളുടെ ജീവിതത്തിലെ വിശേഷത എന്ന് പറയുന്നത് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നതാണ്. യുവർ പ്രസൻസ്, നിന്റെ സാന്നിധ്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അതിനെ ശ്രേഷ്ഠമായി തന്നെ കാണും. അതേ പ്രിയപ്പെട്ടവരെ, അതിനെ ശ്രേഷ്ഠമായി തന്നെ കാണും. ഹല്ലേലൂയ. അപ്പൊ അവിടെ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവെ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. അവിടെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്ന കർത്താവ്. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം സ്വസ്ഥത തരുന്നു എന്ന് പറയുമ്പോൾ എത്ര വലുതാ സാന്നിധ്യത്തിന്റെ ശക്തി. കർത്താവ് ഒരുവന്റെ കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിലയേറിയതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശക്തമേറിയതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനും എത്രയോ ഉയർന്നതാണ് ദൈവം നമ്മിൽ വസിക്കുന്നു എന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടെന്നുള്ളത് അതിലും എത്രയോ വലിയ വിശേഷതയേറിയ കാര്യമാണ്. അത് നാം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം. ദൈവം എന്നിൽ വസിക്കുന്നു, ദൈവം എന്നിൽ വസിക്കുന്നു എന്ന സത്യം. ഹല്ലേലൂയ. പിന്നെ ദൈവം എന്റെ കൂടെ അല്ല, എന്നിൽ വസിക്കുന്നു. ഇപ്പൊ കർത്താവ് മോശയോട് പറഞ്ഞ കാര്യമാണ്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അതേ പ്രിയപ്പെട്ടവർ, അത് കർത്താവിന്റെ സാന്നിധ്യം സ്വസ്ഥത തരുന്നതാണ്. അത് കർത്താവിന്റെ സാന്നിധ്യം സ്വസ്ഥത തരുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ അതിലും എത്രയോ വലുതാ നമ്മിൽ ദൈവം വസിക്കുക. നമ്മൾ കർത്താവ് മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 27-ാമത്തെ വാക്യം, മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നമ്മിൽ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, ഇത്രത്തോളം വലിയ പദവി വേറെ എന്താ ഉള്ളത്? ദൈവം കൂടിയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരെക്കാളും ഞങ്ങൾ വിശേഷതയുള്ളവരെന്ന് പറയാൻ അതാണ് വലിയ കാര്യമെന്ന് ഇവിടെ മോശ പറയുന്നെങ്കിൽ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവർ, ദൈവം നമ്മിൽ വസിക്കുകയാണ്. അതിലും വലിയ വിശേഷത എന്താ ഉള്ളത്? നമുക്കിന്ന് പല കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ വ്യഗ്രതയാണ്. നമ്മൾ ഓടി നടക്കുക, പലരും അതിന്റെ പേരിൽ പുസ്തകങ്ങൾ എഴുതുന്നു, ആ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇതാണ് ട്രൂത്ത്, ഇതാണ് റിയാലിറ്റി. ഇത് നമ്മൾ അറിയേണ്ട മിസ്റ്ററിയാണ്. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന് പ്രത്യാശയായിട്ട് കർത്താവ് നമ്മളിൽ ഇരിക്കുക. സാന്നിധ്യം സമാധാനം തരുന്നെങ്കിൽ, സ്വസ്ഥത തരുന്നെങ്കിൽ അതിനേക്കാൾ വലുതാണ് ഹല്ലേലൂയ കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്ന അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ ആക്കി തീർത്തത് എത്രയോ വലിയ കാര്യമാണ്. അതുകൊണ്ട് അതിനെ വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ നിങ്ങൾ കാണണം. അതേ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് നിങ്ങളെ പുറകോട്ട് മാറ്റുന്നതാകരുത്. ധൈര്യപൂർവം ഹല്ലേലൂയ, എന്റെ കർത്താവ് എന്നിൽ വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശേഷതയുള്ളവനാണെന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇന്ന് മനുഷ്യരെല്ലാം സ്വസ്ഥതയില്ലാതെ അലിയുക. സ്വസ്ഥതയില്ല. എവിടെ ചെന്നാലും മനുഷ്യന്റെ ജീവിതത്തിൽ ടെൻഷനാണ്, പ്രഷറാണ്. എവിടെ ചെന്നൊരു അല്പ സമാധാനം കിട്ടും, ഇങ്ങനെ ഓടി നടക്കുക. സ്വസ്ഥതയ്ക്ക് എന്താ മാർഗം? എന്നാ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, സ്വസ്ഥതയ്ക്ക് മറ്റു മാർഗങ്ങൾ ഒന്നും വേണ്ട. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിന് നമ്മളുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം മതി നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത വരാനായിട്ട്. വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം വ്യക്തമായി അറിഞ്ഞവര് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറിയതായിട്ടാണ് നമ്മൾ അവരിൽ കാണുന്നത്. ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനകത്ത് വലിയ പ്രയാസത്തോടുകൂടെ മടുത്തു എന്ന് പറഞ്ഞ ഏലിയാവിനെ കർത്താവ് ജീവനോടെ എടുത്തുകൊള്ളപ്പെട്ടു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പൊ മടുത്തുപോയ ഏലിയാവിന്റെ ജീവിതത്തില് അതിന്റെ എൻഡ് എന്ന് പറയുന്നത്, ഏലിയാവിന്റെ അന്ത്യം എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായി. ജീവിതത്തിനകത്ത് തകർന്നു പോയവര്, നമുക്കറിയാം യോസഫിന്റെ സംഭവം നമ്മൾ വചനത്തിൽ വായിക്കും. യോസഫിന്റെ ജീവിത ചരിത്രം നമ്മളിങ്ങനെ വചനത്തിൽ വായിക്കുമ്പോൾ ഇത്ര മനോഹരമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെ? യോസഫിന്റെ ജീവിതത്തിനകത്ത് ഒരൊറ്റ കാരണം കൊണ്ട് കർത്താവ് അവന് നൽകിയ സ്വപ്നം അത് കണ്ടു. അതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായ പീഡനങ്ങൾ ചെറുതല്ല. പക്ഷെ ആ യോസഫിനെ നമ്മൾ ഭിന്നത്വത്തിൽ കാണുന്നത് ആ രാജ്യത്ത്, അതായത് സഹോദരങ്ങൾ പറഞ്ഞൊരു കാര്യം, ഇവന്റെ സ്വപ്നം എന്താകും, ഇവൻ ഇനി ശരിയാകത്തില്ല എന്ന് വിധി എഴുതിയ യോസഫ്. അവര് പറഞ്ഞ ഇനി യോസഫിന് ഒരു ഭാവിയില്ല എന്ന് വിധി എഴുതിയ യോസഫ്. ആ യോസഫിനെ പിന്നത്തെ നമ്മൾ കാണുന്നത് എത്ര ശ്രേഷ്ഠമായിട്ട്.
സഹോദരങ്ങള് തള്ളിക്കളഞ്ഞ സ്ഥലത്ത് അവൻ അന്യദേശത്തെ അടിമയായി എന്ന് പറഞ്ഞാൽ ഒരു നിസാരമായ നിലയിലുള്ള അടിമയല്ല, ഒരു കുറ്റവാളിയായ അടിമയായിട്ട് ബന്ധത്തിൽ മാറുക. തടവറയിൽ എടുത്തെറിയപ്പെട്ടു. ഒരു വിധത്തിലും അവന് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. കാരണം അവിടെ അവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. നമുക്ക് അവിടെ ദൈവജനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ വലിയ പ്രാർത്ഥനക്കാരനൊന്നും ആയിരുന്നില്ല യോസഫ്. യോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ നമ്മൾ പറയുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കണം, വചനത്തിൽ നിലനിൽക്കണം എന്നൊക്കെ നമുക്ക് മറ്റുള്ള പലരോടും പറയാൻ പറ്റും. അങ്ങനെ വചനത്തിൽ നിലനിന്നാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, വചനത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളെ മാനിക്കും. നിശ്ചയമായിട്ടും അത് അങ്ങനെ തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ വിടുവിക്കും. ശരിയാ, പ്രാർത്ഥിച്ച് വിടുതൽ കണ്ടെത്തുന്ന ധാരാളം പേരും. പക്ഷെ യോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കുക, യോസഫ് ഇവിടെ പ്രാർത്ഥിച്ചെന്ന് നമ്മൾ കാണുന്നു. യോസഫിന്റെ ജീവിതത്തിൽ യോസഫ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, അവൻ പോയിടത്തെല്ലാം വിശ്വസ്തനാണ്. യോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും, യോസഫിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, അവന്റെ വിശുദ്ധ ജീവിതവും അതൊന്നും വിലയിരുത്തിക്കൊണ്ടല്ല, കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വിശുദ്ധനായിട്ടിരുന്നത്. അവൻ വിശുദ്ധനായതുകൊണ്ട് കർത്താവ് അവന്റെ കൂടെ ഇരുന്നതല്ല. നമുക്കറിയാം, പോത്തിഫറിന്റെ ഭവനത്തിൽ യോസഫ് ഇരുന്ന സമയത്ത് ദൈവം അവന്റെ കൂടെ ഇരുന്ന് അവൻ ചെയ്യുന്നതൊക്കെയും സാധ്യമാക്കുന്നു എന്ന് അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ടാണ് അവനെ പ്രധാനിയായിട്ട് അവിടെ ആക്കി തീർത്തത്. അപ്പൊ അതുകൊണ്ട് അവിടെ യോസഫിന്റെ ജീവിതത്തിൽ അവൻ വിശുദ്ധനായിരുന്നത് കൊണ്ട് ദൈവം അവന്റെ കൂടെ വസിച്ചു എന്നല്ല നമ്മൾ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നഷ്ടപ്പെട്ടൊരു ബോധ്യമുണ്ട്, കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം. അതായത് നമ്മൾ കർത്താവിനെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ചില വ്യക്തികളെയും, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങള്, അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവര്, സ്നേഹിച്ചവര്, അവരുടെയൊക്കെ ഇമേജ് ആയിട്ടാണ് ദൈവത്തെ കാണുന്നത്. ദൈവം അതിനെല്ലാം അതീതനാണ്. നിങ്ങൾ എത്ര വലിയ സ്നേഹമുള്ളവരും, എത്ര വലിയ നിങ്ങളെ വാത്സല്യത്തോട് കാണുന്നവരും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വഭാവം കാണിക്കും. സ്വാർത്ഥത എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് നമുക്ക് എവിടെയാ കാണാനില്ല. ചെറിയ കാര്യം മതി, വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കാണാനിടയായി. അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം നിറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തി. ഞങ്ങള് കുടുംബമായിട്ടാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്തത്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചു. പെട്ടെന്ന് അവർ ചിരിക്കുന്നു. പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ, അവരുടെ കഴിഞ്ഞ കാലത്തിലെ വലിയ കാര്യങ്ങൾ, വലിയ സംഭവങ്ങൾ, അവർക്ക് ഉണ്ടായിരുന്ന വലിയ നല്ല കാലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, കൈയടിക്കുന്നു ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് അവരുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ പൊട്ടിക്കരയുക. പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് ചിരിക്കുന്നു. ഞങ്ങള് പിന്നീട് സംസാരിക്കാനിടയായി. എന്തൊരു വ്യക്തിത്വമാണ്, പെട്ടെന്ന് ചിരിക്കുന്നു, പെട്ടെന്ന് കരയുന്നു. അപ്പൊ അവരുടെ ജീവിതം ഇത് എല്ലാ മനുഷ്യരും ഉണ്ട്. ചിലർ എക്സ്പ്രസ് ചെയ്യുന്നു, ചിലർ എക്സ്പ്രസ് ചെയ്യുന്നു. ചിലർ പെട്ടെന്ന് സന്തോഷിക്കും, പെട്ടെന്ന് നിരാശ. അപ്പൊ മനുഷ്യര് നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന വളരെ ഒരു നിമിഷ നേരത്തെ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മതി, അവര് നിങ്ങളെ അറിയത്തില്ലെന്ന് പറഞ്ഞ് കൈകഴിയിട്ട് അവരവിടെ വഴിക്കും. എന്നാ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ അമ്മ, അപ്പൻ, സഹോദരങ്ങള്, നമ്മളെ കരുതിയവര്, സ്നേഹിച്ചവര്, നമ്മളെ ജീവിതത്തിൽ കണ്ട ചില റോൾ മോഡൽസ് ഉണ്ട്. അവരെയൊക്കെ വെച്ചോണ്ടാണ് നമ്മൾ ദൈവത്തെ വിലയിരുത്തുന്നത്. ചിലപ്പോ ചില ആത്മീയരായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ സ്വഭാവമായിരിക്കും ദൈവത്തിന് നമ്മൾ. ദൈവം ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിന്റെ ഉടമയല്ലവൻ. എന്റെ ദൈവം അങ്ങനത്തെ ദൈവം അല്ല. എന്റെ കർത്താവ് സ്നേഹമാണ്. എന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ഈ സ്നേഹിക്കുന്ന കർത്താവിനെ അവന്റെ ശരിയായ പ്രതിച്ഛായയിൽ നാം അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളുടെയും കാരണം എന്ന് പറയുന്നത്. നമ്മുടെ അകത്ത് നമ്മൾ നിരാശയോടല്ല നമ്മളെ ദിവസങ്ങളെ തള്ളി നീക്കുന്നത്, സന്തോഷത്തോടെ ദൈവം എനിക്ക് വെച്ചിട്ടുള്ള എല്ലാ നന്മകളും അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഏറ്റവും നല്ലതാണെന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം മാറ്റിക്കളയാം, ആകുലതകളെല്ലാം മാറ്റിക്കളയാം. നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട്, തകർക്കുന്ന, തരിപ്പണമാക്കുന്ന, ദഹിപ്പിക്കുന്ന അഗ്നി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ശരിയാ, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അത് നിങ്ങളെ അല്ല, നിങ്ങളിലെ പാപത്തെ ദഹിപ്പിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മള് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ എവിടേക്കോ കേട്ട് ഇങ്ങനെ തലമുറകളായി പാരമ്പര്യമായി കേട്ട ചില വാക്കുകൾ ഇങ്ങനെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കേക്കും. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്ത്, എത്ര കൊള്ളത്തില്ലാത്തവരാണ്, കർത്താവിന്റെ സമീപേ വന്നാൽ
നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ കർത്താവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ അകത്ത് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് സന്തോഷിക്കാൻ വകയില്ല. നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തില് പലപ്പോഴും വലിയ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് പൗലോസ്. എന്നാൽ പൗലോസിന് ഏറ്റവും വലിയ ഒരു 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 പ്രധാനപ്പെട്ട ഒരു കാര്യം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യമാണ് കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ. നിങ്ങൾ എപ്പോഴും എന്ത് സന്തോഷിക്കാനായിട്ടാ പൗലോസ് പറയുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ. ഈ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക, കൈയടിക്കുക, ബഹളം വെക്കുക, അതാണോ സന്തോഷം എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിലുള്ള ഒരു ഉറപ്പ്, കർത്താവിലുള്ള ഒരു ആശ്രയമില്ലേ, ആ ട്രസ്റ്റ് വരുമ്പോ നമ്മുടെ അകത്ത് വരുന്ന ഒരു സ്വസ്ഥതയില് അതിൽ നിന്ന് വരുന്നതായിരിക്കണം സന്തോഷം. സന്തോഷിപ്പിനെന്ന് പറയുമ്പോൾ ചിലരൊക്കെ പുറമെ ഭയങ്കരമായി ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അകത്ത് നീറിപ്പോയെന്ന ജീവിതമുള്ള എത്രയോ പേരുണ്ടെന്ന് അറിയാം. നമ്മുടെ ജീവിതം അതിനുള്ളതല്ല, അകത്ത് നീറിപ്പോകഞ്ഞ് ജീവിക്കാനുള്ളതല്ല. നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് രോഗം നിങ്ങളുടെ ഉള്ളിനെ തളർത്തി കളഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ സകല രോഗങ്ങളെയും യേശു വഹിച്ചു, യേശു ചുമന്നു. അതാ വചനം പറയുന്നത്. അവൻ നിങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ ഈ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതാ വചനം പറയുന്നത്. സൗഖ്യം വന്നിരിക്കുന്നു. യു ആർ ഹീൽഡ്. സൗഖ്യമായി. യേശുക്രിസ്തു എന്നാ മരിച്ചത്? എന്നാ ഉയർത്തെഴുന്നേറ്റത്? എത്ര ദിവസം ക്രൂശിൽ കടന്നു? എത്ര മണിക്കൂർ കല്ലറയ്ക്കാത്തിരുന്നു? നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യത്തിന്റെ സമയവും ദൈർഘ്യവും നീളവും ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നതിന് പകരമേ ഞാനൊരു കാര്യം പറയാം. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം നിങ്ങളോടും എന്നോടുമുള്ള സന്ദേശമാണ്. ദൈവം നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്നത്. ദൈവം നിങ്ങളുടെ രോഗത്തിന് ഹല്ലേലൂയ ശമനം വരുത്തി. നിങ്ങളുടെ പാപത്തെ പൂർണ്ണമായി പരിഹരിച്ചു. നിങ്ങളുടെ ശാപത്തെ പൂർണ്ണമായി ആമേൻ അവൻ ഏറ്റെടുത്തു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അതാണ് കർത്താവിന് പറയാനുള്ള ഏറ്റവും വലിയ ദൂത. ക്രൂശിന്റെ ദൂതത. God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ രക്ഷിക്കപ്പെടുന്നവർ രക്ഷിക്കപ്പെടാത്തവർ എന്താ വ്യത്യാസം? രക്ഷിക്കപ്പെട്ടവർ യേശു എനിക്ക് വേണ്ടിയാ മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. യേശു അവരെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. യേശു അവന്റെ രോഗത്തിന് വേണ്ടി മരിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു. യേശു അവന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു. യേശു ക്രിസ്തു അവന്റെ നീതിക്കായിട്ട് ഉയർത്തെന്ന് തിരിച്ചറിഞ്ഞു. അത്രേ ഉള്ളൂ. തിരിച്ചറിയാത്തവരുടെ പാപത്തിനു വേണ്ടി യേശു മരിച്ചതാ. അവരെന്തെങ്കിലും ഒരിക്കൽ തിരിച്ചറിയും. അപ്പോൾ അതിന്റെ ഫലം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാം. നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ച ആ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ രോഗം ഉണ്ടായിരിക്കാം. നിങ്ങളുടെ രോഗത്തെ യേശു ചുമന്ന് തീർത്തു എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇപ്പൊ സൗഖ്യം നടക്കും. അതെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തെ രോഗത്തെക്കുറിച്ച് ഭാരം, സാമ്പത്തിക വിഷയത്തെ കുറിച്ചുള്ള ഭാരം, ആ ഭാരം ഒന്ന് മാറ്റി സന്തോഷിക്കാം. അല്പം ഒന്ന് സന്തോഷിക്കാം. നിങ്ങളുടെ ഹൃദയം തുറന്നൊന്ന് ചിരിക്കാമോ? ഉള്ളു തുറന്നൊന്ന് ചിരിക്കാമോ? സന്തോഷിക്കാമോ? യേശു എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് ഒന്ന് സ്തുതിക്കാമോ? ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഒന്ന് സന്തോഷിക്കാമോ? അത് മാത്രം മതി നിങ്ങളുടെ അത്ഭുത സൗഖ്യത്തിന്. ഇത് മാത്രം മതി. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ അത്ഭുത സൗഖ്യത്തിന് ഒരൊറ്റ കാര്യം മതി. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നൊരൊറ്റ തിരിച്ചറിവ്. മറ്റൊന്നും കർത്താവിന് വേണ്ട. ഇന്ന് നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ തിരിച്ചറിയാമോ? നിങ്ങളെ വിടുവിക്കാൻ ശക്തനായിട്ട് കർത്താവ് കൂട്ടുണ്ട്. സന്തോഷത്തോടിരുന്നേ. ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത പല കാര്യങ്ങൾ കാണും.
നിങ്ങളെ മുറിപ്പെടുത്തിയ പലരും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ ചിലരെ അങ്ങനെ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, അത് നിങ്ങൾ കാണുന്നതിന് വരും ഒന്ന് കാണാൻ പറ്റുമോ യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്? അത് മാത്രം മതി നിങ്ങളുടെ അവസ്ഥ മാറാനായിട്ട്. യെസ്, അത് മാത്രം മതി നിങ്ങളുടെ അവസ്ഥ മാറാനായിട്ട്, വേറെ ഒന്നും വേണ്ട. അയ്യോ, എനിക്ക് തോളിന് വേദനയാണ്, തോളിൽ ശക്തമായ വേദനയാണ്, എൻ്റെ കാലിന് വേദനയാണ്, എൻ്റെ നെഞ്ചിന് വേദനയാണ്, എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം വേണ്ട പോലെ വർക്ക് ചെയ്യുന്നില്ല, അസിഡിറ്റിയാണ്, അൾസറാണ്, ക്യാൻസറാണ്, ഷുഗറാണ്. നിങ്ങൾ രോഗമൊക്കെ തിരിച്ചറിഞ്ഞ് നടക്കുന്നതിന് പകരമായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എൻ്റെ രോഗത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചതാണ്, അവന്റെ അടിപ്പിണറുകളാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കും. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേലെ സൗഖ്യം വെളിപ്പെട്ടിരിക്കും, ഒരു സംശയം വേണ്ട. നിങ്ങളിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ സൗഖ്യം, ആ അത്ഭുതം നിങ്ങളിൽ വെളിപ്പെടും, മാനിഫെസ്റ്റ് ചെയ്യും. യെസ്, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നലത്തെ കഷ്ടതയും ഇന്നലത്തെ ഭാരങ്ങളും ഇന്നലത്തെ പ്രയാസങ്ങളും എല്ലാം ഒന്ന് മറന്നിട്ട് യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, യേശു നിങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ടത്, യേശുവിന്റെ ആഴമേറിയ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ അത് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ സമ്പൂർണമായ അവസ്ഥകൾ മാറിമറിയാനായിട്ട്, പൂർണ്ണമായ അവസ്ഥകൾ മാറിമറിയാനായിട്ട് അത് മാത്രം മതി. യെസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന എത്ര വലിയ സങ്കീർണമായ വിഷയങ്ങളാവട്ടെ, യേശുവിലേക്ക് നോക്കാമോ, നിങ്ങൾക്ക് ഒരു ഉറപ്പ് വരും. യെസ്, യേശുവിന്റെ ക്രൂശില് പരിഹരിക്കപ്പെടാത്തതായ എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയമില്ല, എൻ്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. യെസ്, അതുകൊണ്ട് ഞാൻ സൗഖ്യം പ്രാപിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം? വേണ്ട. നീതി പ്രാപിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം? വേണ്ട. പ്രാപിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാമോ? നിങ്ങൾ തിരിച്ചറിയാമോ? നിങ്ങളുടെ സൗഖ്യമായും തിരിച്ചറിയാമോ? അത് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മുഴുവൻ മാറാനായിട്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്താവ് കൂടെ വരുന്ന ജനത, കർത്താവിന്റെ സാന്നിധ്യം കൊടുത്ത ജനത, അവർ വിശേഷതയുള്ളവരെങ്കിൽ കർത്താവ് നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവരാണ്. അത് തിരിച്ചറിയാമോ? സന്തോഷത്തോടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ അസാധാരണമായ അത്ഭുതം ഇപ്പോൾ സംഭവിക്കും. വിശ്വാസത്തോടുകൂടെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ 2 പേര് ഐക്യമെത്തപ്പെട്ടാൽ സ്വർഗസ്ഥനായ പിതാവ് അത് ചെയ്തിരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ധൈര്യത്തോടെ, ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, എന്നെ ഈ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവരുടെ ജീവിതത്തിനകത്ത് അവരിപ്പോൾ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളും, ആ രോഗവും, ആ വേദനയും, ആ ദാരിദ്ര്യവും, ആ ടെൻഷനും, അത് മുഴുവൻ യേശു ക്രൂശിൽ വഹിച്ചതാണ്, ചുമന്നതാണ്, ചുമന്ന് തീർത്തതാണ്. വാഴ്ചകളും അധികാരങ്ങളും ആയുധവർക്ക് വെപ്പിച്ചവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ ഞങ്ങളെ വിട്ടുവെച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചും ഇരിക്കുന്ന അതെ, ഹല്ലേലൂയ, അതെ, അങ്ങനെ ഒരു അത്ഭുതം ഞങ്ങളിൽ ഓരോരുത്തരും സംഭവിച്ചു കഴിഞ്ഞതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത് അവരുടെ ജീവിതത്തിലെ ശരീരത്തിൽ വെളിപ്പെടാതെ വണ്ണം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഈ നിമിഷം, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം, ആമേൻ, യേശുവിന്റെ നാമത്തിലെ ശരീരങ്ങളോട് കൽപ്പിക്കുന്നു. ആമേൻ, ആ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ നിന്ന് മാറട്ടെ. ഈ നിമിഷം കർത്താവേ, ആ രോഗത്തിന്റെ എല്ലാ അവസ്ഥകളും, രോഗത്തിന്റെ എല്ലാ കണികകളും ആ ശരീരം വിട്ടുമാറട്ടെ. നിമിഷം അത്ഭുതകരമായ സൗഖ്യം അവരിലേക്ക് വെളിപ്പെടട്ടെ കർത്താവേ. റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം അവരുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ. അതേ കർത്താവേ, ആ തിരിച്ചറിവ് അവരുടെ അകത്ത് വെളിപ്പെടട്ടെ. ഞാൻ സൗഖ്യമായി. എന്റെ രോഗം യേശു ക്രൂശിൽ ചുമന്ന് തീർത്തതാ. എന്റെ പാപത്തിന് വില യേശു ക്രൂശിൽ കൊടുത്തത്, എന്നെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതാണെന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കട്ടെ. അവരുടെ ഹൃദയം മാറട്ടെ, അവരുടെ മാനസികാവസ്ഥ മാറട്ടെ, അവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ. ഈ നിമിഷം ഇപ്പോൾ തന്നെ അവരിൽ അസാധാരണമായ വിടുതലുണ്ടാകട്ടെ കർത്താവ്.
യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി സ്തോത്രം. എത്ര മാരക രോഗമുള്ളവരാണെങ്കിലും ഇപ്പോൾ കർത്താവെ, അവരത് തിരിച്ചറിയുമ്പോൾ, സകല രോഗങ്ങളെയും യേശു വഹിച്ചു എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ തന്നെ അവരെല്ലാം സൗഖ്യം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആ വെളിപ്പാടിന്, ആ അറിവിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പെട്ട സൗഖ്യത്തിന്റെ ഉറപ്പ് അവരിൽ വരട്ടെ. ആ സൗഖ്യത്തോടെ അവർ ജീവിക്കട്ടെ. അവർ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ. കുടുംബങ്ങളായി അനുഗ്രഹിക്കുന്നു, വ്യക്തികളായി അനുഗ്രഹിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും കർത്താവിനെ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ഭാരങ്ങളും അവരുടെ ഹൃദയത്തിൽ മാറ്റണം. കർത്താവിലുള്ള കോൺഫിഡൻസ്, കുറ്റബോധത്തിന് പകരം നീതിബോധത്തോടെ നടപ്പാൻ പരിശുദ്ധാത്മ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളിൽ വസിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ രോഗത്തിന് സ്ഥാനമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യത്തോടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളും എടുത്തു വെച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിശ്ചയം. എന്നാ വൈദ്യശാസ്ത്രത്തിൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ്, പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം, മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ സ്വസ്ഥതയില്ല, മനസ്സിലെ ടെൻഷനും പ്രഷറും ഒക്കെ. ആ ടെൻഷനും പ്രഷറും എല്ലാം ഒന്ന് മറന്ന് യേശു ക്രൂശിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, നമുക്ക് സ്വസ്ഥത, നമുക്ക് സന്തോഷം, നമ്മുടെ സമാധാനം കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വരുത്തിയതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളെ നീതീകരിച്ചിരിക്കുക കർത്താവ്. ആ ബോധ്യത്തോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. നമുക്ക് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവെക്കുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ പങ്കാളികളായി തീരുക. നിങ്ങളെ ഈ ശുശ്രൂഷയുടെ പങ്കാളികളായി തീരുവാനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 3 പുസ്തകങ്ങൾ, അതായത് പുനഃസ്ഥാപനം ക്രിസ്തുവിൽ, സ്നാനം ക്രിസ്തുവിൽ, അതിൻ്റെ പുനഃസ്ഥാപനം ക്രിസ്തുവിൽ എന്നുള്ളതിന് ഇംഗ്ലീഷ് പരിഭാഷ, ഇത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. അത് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം. ഗാഡ് ബ്ലസ് യു. ആമേൻ.